സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. രണ്ടാമത്തെ ബുക്കിലെ 3ാമത്തെ ചാപ്റ്റർ, അതായത് 9ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ഫോർ ദ പീപ്പിൾ എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പെട്ടെന്ന് തരും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദി ആണ് ഗ്രാമസഭ. ചോദിച്ച ചോദ്യം ഇതാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെന്റ്, ആ ഒരു രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതായത് കുറെ അധികം ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഗ്രാമസഭ ഉണ്ടായിരുന്നു. ഗ്രാമസഭയായിരുന്നു അതിന്റെ ആൻസർ. വാർഡ്, അതായത് ജനാധിപത്യം നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വേരുകൾ ചെന്ന് നിൽക്കുന്നത് ഗ്രാമസഭയിലാണ്. ഗ്രാമസഭ മുതൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. ഗ്രാമസഭയ്ക്ക് കളക്റ്റീവായിട്ടൊരു തീരുമാനം എടുക്കാം, അത് ജില്ലാ തലത്തിൽ അറിയിക്കാം, സ്റ്റേറ്റ് തലത്തിൽ അറിയിക്കാം, ആ സ്റ്റേറ്റിൽ നിന്ന് അത് സെൻട്രലിലേക്ക് എത്തിക്കാം. അങ്ങനെ ഇതിന്റെ എല്ലാ റൂട്ടുകൾ, ഇതിന്റെ എല്ലാം വേരുകൾ ചെന്ന് നിൽക്കുന്നത് ഗ്രാമസഭയിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ജനാധിപത്യത്തിന്റെ ഏറ്റവും വേര്, ഏറ്റവും താഴെയുള്ള തലമാണ് ഗ്രാമസഭ എന്ന് പറയാം. അവിടെ നിന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പഞ്ചായത്ത് ഗ്രാമസഭയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ജനങ്ങളുണ്ട്, വാർഡ് മെമ്പർ ഉണ്ട്, പ്രസിഡന്റ്, വാർഡ് മെമ്പർ, ഇവരൊക്കെ ചേർന്നിട്ട്, അതുപോലെ ജനങ്ങള്, കുടുംബശ്രീയിലെ ആൾക്കാർ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സെക്രട്ടറിമാരുണ്ടാവും. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്, വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നത്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. അപ്പം നമ്മൾ ടെക്സ്റ്റ് വായിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല, പക്ഷെ ഇതുപോലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഗ്രാമസഭ വാർഡ് സഭ എന്നും അറിയപ്പെടുന്നു. നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭ. ഒരു വാർഡിൽ നടപ്പാക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ്. ഒരു വാർഡിൽ നടപ്പാക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി ഇന്ന കാലയളവില് കുറഞ്ഞത് ഇത്രയധികം ഗ്രാമസഭകൾ കൂടിയിരിക്കണം എന്നൊക്കെയുണ്ട്. എങ്കിലേ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കൂ എന്നുള്ള കാഴ്ചപ്പാടല്ല. ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പോഴും ഗ്രാമസഭയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലരും നമ്മളെല്ലാം ആക്ച്വലി പങ്കെടുക്കേണ്ടതാണ്, പക്ഷെ പങ്കെടുക്കാറില്ല, അറിയാറ് പോലും ഇല്ല എന്നാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം. മിക്കപ്പോഴും ഈ കുടുംബശ്രീ, അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ പറഞ്ഞ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നത് ഗ്രാമസഭകളൊക്കെ. ഒരു വാർഡിൽ നിന്നും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധിയെ ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടും. അപ്പം നഗരങ്ങളിലെ വാർഡ് മെമ്പേഴ്സ് അറിയപ്പെടുന്ന പേരാണ് കൗൺസിലർ എന്ന്. ഓക്കെ, കൗൺസിലർ. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്നറിയപ്പെടുന്നത്. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതോ ആയിട്ടുള്ള ഭരണ പ്രക്രിയയാണ് ജനാധിപത്യം. ജനാധിപത്യം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഡെമോക്രസി എന്നുള്ള ഇംഗ്ലീഷ് പദം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഗ്രീക്ക് പദമാണ്. ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇതിന് വീണ്ടും രണ്ട് സബ് ഡിവിഷൻ ഉണ്ട്. ജനം എന്ന അർത്ഥമുള്ള ഡെമോസ്, അതുപോലെ തന്നെ ശക്തി അഥവാ അധികാരം എന്നൊക്കെ അർത്ഥം വരുന്ന ക്രാറ്റോസ്. അതാണ് ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് ഡെമോക്രസി. ഡെമോസും ക്രാറ്റോസും. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനം എന്നും ക്രാറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി എന്നുമാണ് അർത്ഥം. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഡെമോക്രസി എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഡെമോസ് എന്നതും ക്രാറ്റോസ് എന്നതും ഗ്രീക്ക് പദങ്ങളാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പ്രത്യക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണോ ഉള്ളത്? അല്ല. നമ്മുടെ നാട്ടിലുള്ളത് പ്രത്യക്ഷ ജനാധിപത്യ വ്യവസ്ഥയല്ല. ഈ പ്രത്യക്ഷ ജനാധിപത്യ വ്യവസ്ഥയുടെ ഇംഗ്ലീഷ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡെമോക്രസി എന്നാണ്. ഡയറക്റ്റ് ഡെമോക്രസി എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അതായത് തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന
പ്രാതിനിധ്യ ജനാധിപത്യത്തെയാണ് പരോക്ഷ ജനാധിപത്യം അഥവാ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നാണ്. ഇതറിയാത്ത ഒരാൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡയറക്റ്റ് ഡെമോക്രസി എന്ന് മാർക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ പ്രത്യക്ഷ ജനാധിപത്യവും എന്താണ്, പരോക്ഷ ജനാധിപത്യവും എന്നുള്ള കാര്യം നോക്കാം. അതായത് ഡയറക്റ്റ് ഡെമോക്രസി എന്താണ്, ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്താണെന്നുള്ള കാര്യം നോക്കാം. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. അതായത് സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല. നമ്മുടെ ഇന്ത്യയുടെ കേസ്, അതായത് സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളല്ല, അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ടല്ല. ഇന്ത്യയുടെ കേസാണ് പറഞ്ഞത്. അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം അഥവാ ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് വിളിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണ്, ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. പക്ഷെ എന്താണ്, ഡെമോക്രസി തന്നെയാണ്. ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയാണ്. ജനാധിപത്യം ചോദിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കൺ. അതുപോലെ ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം, അല്ലെങ്കിൽ ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് അമർത്യ സെൻ ആണ്. അമർത്യ സെൻ. ഓക്കെ, ലോകത്തില് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. തെരഞ്ഞെടുപ്പ് വേണം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ്. അതിപ്പം ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചും നമ്മുടെ ഇൻഡയറക്റ്റ് ഡെമോക്രസിക്കകത്ത് ഏറ്റവും പ്രധാനമാണ് അല്ലെ തെരഞ്ഞെടുപ്പ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയും. ഇനിയിപ്പോ ഡിഗ്രി ലെവൽ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ടൈം കാണുക. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ ബേസിക് നീഡാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ പ്രധാനമായിട്ടും 7 ഘട്ടമാണ് ഉള്ളത്. എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. അതായത് തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിക്കല്, അതിനുശേഷം നോമിനേഷൻ അഥവാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്, അതിനുശേഷം സ്ക്രൂട്ടണി ഉണ്ട്, അതായത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, അതിനുശേഷം പിൻവലിക്കൽ അഥവാ എലിമിനേഷൻ ഉണ്ട്. നാമനിർദ്ദേശ പത്രിക ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞ് എലിമിനേറ്റ് ചെയ്യും. അതാണ്. അതുപോലെ തന്നെ പിൻവലിക്കേണ്ടവർക്ക് പിൻവലിക്കുകയും ചെയ്യാം. ഇന്ന ടൈമിനുള്ളിൽ പിൻവലിക്കുകയും ചെയ്യാം. കെട്ടിയ കാശ് പോവാതിരിക്കാൻ വേണ്ടി പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ പിൻവലിക്കാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്, അതുപോലെ തന്നെ വോട്ടെടുപ്പ്, അതിനുശേഷം ഏറ്റവും അവസാനമാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇങ്ങനെ 7 സ്റ്റേജസ് ആണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ്, വിജ്ഞാപനം പുറപ്പെടുവിക്കല്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്, നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, അതുപോലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. 7 സ്റ്റേജസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനിയിപ്പം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പുകൾ വേണം, അതുപോലെ തന്നെ നിയമവാഴ്ച ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം, അതുപോലെ അവകാശങ്ങൾ വേണം, ജനങ്ങൾക്ക് അവകാശങ്ങൾ വേണം ബേസിക് ആയിട്ടുള്ള, അതുപോലെ സാമൂഹിക സാമ്പത്തിക നീതി വേണം, അതുപോലെ മാധ്യമങ്ങൾ, പ്രതിപക്ഷം, ഇവയെല്ലാം കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു രാജ്യത്ത് നല്ല ഡെമോക്രസി നിലനിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. ഈ പറഞ്ഞ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. ജസ്റ്റ് നോക്കാം. അതായത് നിയമവാഴ്ച, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. അതാണ് നിയമവാഴ്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേസ്, ഇന്ത്യയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ, ഈ ഒരു സാധാരണ ജനമായിക്കോട്ടെ, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ ഒരുപോലെയാണ്. ഇനിയിപ്പം സുപ്രീം കോടതി ജഡ്ജി ആണെന്നുണ്ടെങ്കിൽ പോലും അയാളും നിയമത്തിന് വിധേയനാണ്. അതാണ് നമ്മുടെ ഡെമോക്രസിയുടെ പ്രത്യേകത. ഇനിയിപ്പം അവകാശങ്ങൾ.
വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമുക്കെന്താണ്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് അവകാശങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇഷ്ടമുള്ളിടത്ത് ട്രാവൽ ചെയ്യാനുള്ള അവകാശം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നമ്മുടെ അവകാശമായിട്ട് തന്നിട്ടുണ്ട്. ബേസിക് എഡ്യൂക്കേഷൻ നമ്മുടെ അവകാശമായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതൊക്കെയാണ് അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില രാജ്യങ്ങളുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അതായത് ലേഡീസിന് ഡ്രൈവ് ചെയ്യാൻ പാടില്ലാത്ത രാജ്യങ്ങളുണ്ട്. അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരുപാട് ബെറ്ററാണ്. സാമൂഹിക സാമ്പത്തിക നീതി. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. അടിമത്തം, സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവയാണ് സാമൂഹിക സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ആശയങ്ങൾ. സാമൂഹിക സാമ്പത്തിക നീതി. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. അടിമത്തം, സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവയാണ് സാമൂഹിക സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആശയങ്ങൾ. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ജനാധിപത്യം നിലനിർത്താനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രതിപക്ഷം. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്ക് ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ കേസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം കൃത്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പം CA ബില്ലാണെന്നുണ്ടെങ്കിലും NRCയുടെ ബില്ലാണ് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായിട്ട് അത് ഒപ്പോസ് ചെയ്യുന്നില്ല. ഇതൊക്കെ പിന്നീട് അങ്ങോട്ട് ചെന്നെത്തുന്നത് എങ്ങോട്ടാണ്? ഇതൊക്കെ പതുക്കെ ഫാസിസത്തിലേക്ക് ചെന്നെത്തും. അതായത് കൃത്യമായിട്ടുള്ള പ്രതിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹിന്ദു രാജ്യമെന്നോ മുസ്ലിം രാജ്യമെന്നോ വിളിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറുന്നത് ശരിക്കും ശരിയല്ല. അതായത് ഇപ്പം നമുക്കറിയാം 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഉണ്ടല്ലോ 1976 ആ ഒരു സമയത്ത് ആഡ് ചെയ്താണ് സെക്യുലർ എന്നുള്ള ഒരു ടേം ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്ദിരാഗാന്ധി മസിൽ പിടിച്ച് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ആഡ് ചെയ്യിച്ചതാണ് ആ ഒരു പേര്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത എന്നാണ് സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് യാതൊരു മതവും ഇല്ലെന്നാണ് പുള്ളിക്കാരി അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അന്ന് അത് വാശിയാണ് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. കാരണം ഇതൊരു ഹിന്ദു രാജ്യമാവുകയാണെന്നുണ്ടെങ്കിലോ ഇതൊരു മുസ്ലിം രാജ്യമാവുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ടൈമാണ്, ഒരുപാട് വലിയ സംഭവമാണ്. ഒറ്റ വാക്കിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മള് അവര് എന്നുള്ള വേർതിരിവ് ഉണ്ടാക്കുക. നമ്മളൊരു ഗ്രൂപ്പ്, അവര് വേറൊരു ഗ്രൂപ്പ് എന്നുള്ള ചേരിതിരിവ് ഉണ്ടാക്കുക, എന്നിട്ട് അവരെ അഭയാർത്ഥികളാക്കുക. ഇതാണ് ഫാസിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇത് തന്നെയാണ് നാസിസം ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. ഹിറ്റ്ലർ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ചെയ്തത്. അതായത് നമ്മൾ എന്നുള്ള തോന്നൽ അങ്ങോട്ട് ഒരുപാട് കൂടും. അതിപ്പം ഹിന്ദുസിനാണെന്നുണ്ടെങ്കിലും മുസ്ലിംസിനാണെന്നുണ്ടെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്നുള്ള തോന്നൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഭരണ സംവിധാനങ്ങൾ ശ്രമിക്കണം. ഇന്ത്യക്ക് അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അഭയാർത്ഥികളാകേണ്ടി വരും. മനസ്സിലായോ? അതായത് കുറച്ചങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അടിയും പിടിയും ബഹളമാകും. പണ്ട് ഇന്ത്യ വിഭജിച്ച സമയത്തെ പോലെ തന്നെ ഒരുപാട് പേര് പലായനം ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊക്കെ എന്താണ്? പ്രതിപക്ഷം കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചേനെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.